ഇപ്രാവശ്യം ഉണ്ടല്ലോ ഞാങ്ങാട്ടിരി പൂരം ശിവരാത്രിക്ക് ഒറ്റ ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാങ്ങാട്ടിരി പൂരം കാണാൻ പോവാം, എന്നിട്ട് വേഗം നമ്മുടെ ഇവിടെ ശിവരാത്രിക്ക് അമ്പലത്തിൽ പരിപാടി തുടങ്ങുമല്ലോ, അപ്പോഴേക്കും തിരിച്ച് വരാമെന്നൊരു പ്ലാനിൽ ഞങ്ങളിതേ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിൻഷയുടെ ഇട്ട ഷർട്ട് നിങ്ങൾ മറന്നോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ വേറെ കളർ ചേഞ്ച് കാട്ടിയിട്ടുണ്ടായിരുന്നോ കുർത്ത. അപ്പോൾ ഇത് 300 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ കുർത്തയ്ക്ക്. അപ്പോൾ അത് നല്ല മെറ്റീരിയലും നല്ലതായതുകൊണ്ട് തന്നെ വിൻഷേട്ട അതിൻ്റെ ബ്ലാക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും പുറപ്പെട്ടിട്ട് ഇതേ നേരെ ഞാങ്ങാട്ടിരിക്ക് വണ്ടി വിട്ടു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇതേ തിരക്കും കാര്യങ്ങളും പൂരത്തിൻ്റെ അറിയാലോ, അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ജനങ്ങളും ഉണ്ടാവും കേട്ടോ ഈ ഒരു പൂരത്തിന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ റോഡ് സൈഡ് തന്നെയാണ് അമ്പലം, അതുകൊണ്ട് തന്നെ വണ്ടിയും കാര്യങ്ങളും മൊത്തത്തിലൊരു തിരക്ക് തന്നെയാണ്. ഇങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ തേജ് പേടിച്ചിട്ട് എൻ്റെ ബാക്കിൽ പോയി കേട്ടോ. അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് പരിപാടി കണ്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ടിലേക്ക് പോയിട്ടോ. ഇന്നലെ ഗാനമേള നടന്നില്ല, ആ ഗ്രൗണ്ടിൽ ഇവിടെ അതേ ബാക്കി സെറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. പിന്നെ പയ്യെ പയ്യാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഓരോ സെറ്റായിട്ട് കയറിയേ. ഒരുവിധം പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ നമ്മുടെ തേജു സാധനങ്ങൾ വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുട്ടിയുടെ മനസ്സ് മാറി, അവ സെയിം ആ ഷോപ്പിൽ കയറിയിട്ട് തന്നെ അടുത്തത് നോക്കാൻ കയറിയിട്ടോ. പിന്നെ എവിടേക്ക് ഒരു നോട്ടയിൽ എന്താ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ മൊത്തം ഇങ്ങനെ തിരക്കി ഇരിക്കുകയാണ്. അവസാനം എന്തോ ഇങ്ങനെ ഒരു ചെണ്ട ഇങ്ങനെ ആട്ടി ചെണ്ട കൂട്ടില്ല, ആ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് ബബിൾസ് ഇല്ല, ആ സാധനം പോണ ഒരു ഐറ്റം ആണത്. അപ്പം എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള അമ്പലത്തേക്ക് പോന്നേക്കാണ്. ഇവിടെ നമ്മൾ എത്തുമ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് പരിപാടികളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഉപ്മാവും ചട്നിയും നല്ല അടിപൊളി ശർക്കര കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതേ നമ്മൾ വൈകിട്ട്, അതായത് രാത്രി അവിടെ നിന്നായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കൂടി ഇരുന്ന് പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജപ്പന് ക്ലാസ് ഉണ്ടല്ലോ, ഒരു 10:30 ആകുമ്പോൾ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങളുടെ നാട്ടിലെ ശിവരാത്രി പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.